ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ് ഫ്രം വാൽപ്പാറയിൽ. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വാൽപ്പാറയിലാണ്. അപ്പം ഇന്നലത്തെ വീഡിയോ എൻഡ് ചെയ്തപ്പോൾ നമ്മളിവിടെ റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ഞാൻ നല്ല അടിപൊളി തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. ആകാശം, മല, തേയിലത്തോട്ടം, അതിൻ്റെ താഴെ കൂടി ഒരു റോഡും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നല്ല ഒരു വെളിച്ചമൊക്കെ വന്നിട്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. നമുക്ക് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളുടെ ഹോട്ടലിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മളുടെ ബാൽക്കണി ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് നമ്മളുടെ ബാൽക്കണി ഏരിയ വരുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യൂ ആണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗ് എണീറ്റപ്പോൾ നല്ല വെളിച്ചം കണ്ടു. ഞാൻ വിചാരിച്ചു 11-12 മണി ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നോക്കിയപ്പം 6:30 എന്തോ ആയിട്ടേ ഉള്ളൂ. ഈ ഒരു വെളിച്ചം റൂമിലോട്ട് ഭയങ്കര ഒരു വെളിച്ചമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിതാ നമ്മുടെ ബാൽക്കണിയിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ അരുവി കണ്ടു. എങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയും കണ്ടു. പിന്നെ കുറച്ച് സമയമൊക്കെ ഒന്ന് ഇറങ്ങണോ എന്ന് തണുപ്പ് കൊണ്ട് ആലോചിച്ചു. എങ്കിലും ഞങ്ങൾ ചാടി ഇറങ്ങിയേക്കാണ്. അപ്പോൾ കുറച്ചധികം സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ഞങ്ങളിതാ ഇവിടെ റോഡിലെത്തിയേക്കാണ്. ഞങ്ങളിവിടെ റോഡിലെത്തിയേക്കാണ്. ശ്രീവേട്ടനും ഫ്രണ്ടിൽ നടന്നു പോയി അവിടെ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് സ്ലോ മോഷനിൽ വരുന്നത്. മുഖമൊക്കെ നല്ലപോലെ വീങ്ങിയിരിക്കുകയാണ്. 2 ദിവസത്തെ ഉറക്കം ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ ചെന്ന് കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് കണ്ണു തുറന്നത്. ആ ഒരു ഉറക്കത്തിൻ്റെ ഫേസിൽ നല്ലതുപോലെ അറിയാനും ഉണ്ട്. നല്ല രസമുണ്ട്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഇതുപോലെ ഒരു ടൂറ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ എഗെയിൻ നമ്മൾ പിന്നെ ഈ ഒരു തേയിലത്തോട്ടം, ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ, ചെറിയൊരു തണുപ്പൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകും. പിന്നെ ശ്രീക്കാണെങ്കിൽ ഇതുപോലെ വെള്ളം റിലേറ്റ് ചെയ്തിട്ട് കുഞ്ഞരുവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ചാടണം. ശ്രീ മാത്രമല്ല, ഏട്ടനും. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ആ ബാക്കിൽ കാണുന്നതാണ് നമ്മളുടെ ഹോട്ടൽ ബിൽഡിങ് വരുന്നത്. അതിൽ കൂടെ ഇറങ്ങാൻ പറ്റുമോ? ബാസ്രീൻ പോകാം. ആരൊക്കെയോ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. ഇതിലെ കൂടെ അരുവിയിലോട്ട് ചാടാൻ വഴിയുണ്ടെന്നാണ് ഏട്ടൻ പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ആഴം തോന്നുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. ഇല്ല, ശ്രീയെ പിടിച്ചോ. ഞാനാണ് വീരല്. എന്താ വേതാളോ? വീഴും മോനെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതാണ്ട് ഇത്രയും പൊക്കത്തിലുള്ള കുഴിക്കകത്തിലോട്ട് ഇറങ്ങാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ വലിയ പൊക്കവും കുഴിയൊന്നും തോന്നുന്നില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കൂടെ ആ ഒരു നമ്മൾ അവിടെ കാണുന്ന ആ അരുവിയുടെ ഒരു കുഞ്ഞു കൈവഴി പോലെതാ അവിടെ ഒരു ചെറിയ ഹോള് കാണാം. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ടേ. എന്നിട്ട് അത് ഒന്നായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് സ്പ്ലിറ്റായി 2ആയി. എഗെയിൻ പിന്നെ അത് ഇങ്ങടൊക്കെ ഡൈവേർട്ടായി അതിലോട്ട് പോവാണ്. ചെളിയാ. അപ്പോൾ ഞാൻ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ പോവുകയാണ്. ഇതിൽ അവർ 2 പേരും ഇറങ്ങിപ്പെട്ടിരിക്കുകയാണ്. കാരണം കാല് നല്ല ചെളി ആയതുകൊണ്ട് പൊതഞ്ഞു പോകുന്നുണ്ട്. ചെരുപ്പ് അതിനകത്ത് പോയാ? ചെരുപ്പൊക്കെ പോയി. ഞാൻ ഈ കാട്ടിനകത്തിൽ കൂടെ എങ്ങനെ ഇറങ്ങി വരുമോ എന്തോ. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഈ തോട്ടത്തിനകത്തും കൂടെ അവിടെ എത്താൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുക എന്നുള്ളത് ഇച്ചിരി പണിപ്പെട്ട പണിയാണ്. ഏട്ടാ ശ്രീ ചെരുപ്പ് പോയി. ഏട്ടാ കാല്.
അവർ രണ്ടും ആ ചെളിക്കകത്ത് കുടുങ്ങി ചെരുപ്പെല്ലാം അതിനകത്ത് പോവാണ്. നല്ല ചെളിയാ, സൂക്ഷിക്കണേ. ഞാൻ ഉദ്ദേശിച്ചത്ര പാടില്ല ഈ തേയിലത്തോട്ടത്തിൽ കൂടെ നടക്കാൻ. ആദ്യം ഞാൻ നടന്ന ഭാഗത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ എനിക്ക് നല്ല ഗ്യാപ്പ് കിട്ടി. ഗ്യാപ്പ് കിട്ടുന്ന ഭാഗത്ത് കുഴപ്പമില്ല. നല്ല പോലെ ഇത് തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങാൻ പാട്. ഞാനൊരു ആലോചിച്ച് ഇവരൊക്കെ എങ്ങനെ തേയിലയുടെ കൊളുന്തെന്നുള്ളവരാണ് ഇറങ്ങുന്നതെന്ന്. അവർക്കൊക്കെ പിന്നെ ഇത് സ്ഥിരമല്ലേ. അവർ താഴെക്കൂടെ, ഞാൻ മുകളിൽ കൂടെ. എൻ്റെ കാലിൽ മറ്റേ ഒരു ഷൂ ആണ്, ഹാഫ് ഷൂ ആണ് കിടക്കുന്നത്. ഇത് ഓൾറെഡി നനഞ്ഞു. ഇന്നലെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൽ പോയപ്പോൾ നനഞ്ഞിരിക്കുകയാണ്. ഇത് ഈ ചെളിയും കൂടെ കയറി കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്മെല്ലായിരിക്കും. ഞാൻ വരുന്ന ചെളിയില്ലാത്ത മണ്ട വഴി കൂടെ വരാൻ പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് ഞങ്ങൾ ബോയ്സ് സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി വരുന്നോളാം. അയ്യോ ശരിയാണ്, ഈ ചെളി ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മുള്ള് കമ്പൊക്കെ കിടക്കുന്നുണ്ട്. ഈശ്വരാ. അതാ പൂന്തിപ്പോയ ചെരുപ്പുകളൊക്കെ ചെളിക്കകത്തിന്ന് കണ്ടുപിടിച്ചെടുക്കുന്ന അച്ഛനും മോനും. ഇതാ നല്ല രസമുണ്ട്. നോക്കോളൂ, ഇങ്ങനെ ഒരു വ്യൂ നോക്കോ, ഭയങ്കര രസമാണ്. കുറച്ച് പാട് വിട്ട് മുകളിൽ നിന്ന് കണ്ടപ്പോൾ എളുപ്പമാണ് ഇവിടെ എത്താനെന്ന് തോന്നിയെങ്കിലും കുറച്ച് പാട് വിട്ടെങ്കിലും നല്ലതായിരുന്നു. അപ്പം ഞാൻ മുകളിലൊക്കെ കാപ്പിത്തോട്ടത്തിലൊക്കെ വലിഞ്ഞു കയറി. ഇച്ചിരി താരതമ്യേന ദുർഘടം കുറഞ്ഞ വഴി എനിക്ക് കിട്ടി. ഇതിൻ്റെ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാലും വയ്യ, ഞാൻ താഴോട്ട് ഇനി ഇറങ്ങട്ടെ. ശ്രീ സൂക്ഷിക്കണേ, ഒഴുക്കുണ്ടേ. ഏട്ടാ അവിടെ നിൽക്കുക, ശ്രീയെ പിടി. ഷൂവിൻ്റെ മണ്ടൊക്കെ കഴിയും ശരിയാക്കാം. ഞങ്ങൾ ചെളിയിൽ കൂടെ ഒക്കെ വന്ന് ഫുള്ള് ശ്രീയുടെ ഡ്രസ്സെല്ലാം ചെളിയായി. നല്ല രസമുണ്ട്, ഭയങ്കര വൈബ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ഒഴുകി പോകുന്നതാണ്, ചെറിയൊരു അരുവിയാണ്, പക്ഷെ അത്യാവശ്യം നല്ല ഇതായിട്ടാണ് ഒഴുകി പോകുന്നത്. ഇവിടെ പിന്നെ കുറച്ച് മാലകൾ ഇതൊക്കെ ഒഴുകി വന്ന് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ ഈ എന്തെങ്കിലും പൂജയൊക്കെ നടത്തിയിട്ടില്ല ഒഴുക്കി വിടാനുള്ള സംഭവങ്ങൾ ഒഴുക്കി വിടുന്നത് ഈ ഒരു വഴി വരുന്നതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതുപോലത്തെ കുഴിയിലൊന്നും കാല് ചെന്ന് പെടാതെ നോക്കിയാൽ മാത്രം മതി. ഓ ശ്രീ അപ്പൊ വെള്ളത്തിലിരുന്ന് മൊത്തം നനയാനുള്ള പരിപാടിയാ. എനിക്ക് വേണ്ട. ഇതെന്താ മുനിവര്യനോ? ശ്രീവാവ മുനിയാണോ? അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഞാൻ ഉടുപ്പൊന്നും നനയ്ക്കണ്ടെന്ന് വിചാരിച്ചാണ്. രണ്ടുപേരും കൂടെ വലിച്ച് എന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചുമ്മാ ശ്രീയുടെ കൂടെയൊക്കെ കളിച്ചു. അങ്ങനെ ഫുൾ നനഞ്ഞ് നല്ല പീസ്ഫുള്ളായിട്ട് ഈ ഒരു പുഴയുടെ സൗണ്ടും കിളികളുടെ സൗണ്ടും ആ ഒരു ഫ്രഷ് എയറും ഒക്കെ ആയിട്ട് ആ രാവിലത്തെ സമയമായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഒരു ഫുൾ ഡേയിലേക്കുള്ളൊരു പോസിറ്റീവ് വൈബ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചു.
അപ്പോൾ ഞങ്ങൾ രാവിലെ ഫുള്ള് നനഞ്ഞ് ഇവിടുന്ന് തിരിച്ച് റൂമിലോട്ട് പോവാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര തണുപ്പ് വെള്ളത്തിന്, മൊത്തം നനഞ്ഞു. നമ്മൾ ഇങ്ങോട്ട് വന്നതിലും ഷോർട്ട് കട്ട് വഴി നമുക്കിതാ ഇവിടെ മുകളിലോട്ട് കിട്ടി. ഇനി റോഡിലോട്ട് നേരെ കയറാം. അങ്ങനെ നമ്മളിതാ റോഡിലെത്തി. ഇനി നേരെ നടന്നു പോയാൽ നമ്മുടെ റിസോർട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇനി പോയി ഫ്രഷ് ആയിട്ട് വേണം നമ്മളുടെ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയ ഒരു കുഞ്ഞ് സ്റ്റെപ്പ് കണ്ടില്ലേ റോഡിലോട്ട് ഇറങ്ങാനുള്ള, ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ചെടികളൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ഞാനൊരു ക്ലിപ്പിംഗ് എടുത്ത് വെച്ചാണ്. ഇങ്ങനെ കുഞ്ഞു ചെടികളിലൊക്കെ പൂക്കളൊക്കെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുറന്നു വെച്ചേക്കണോ? ഓക്കെ. കാശി കേറിയോ? ഓടിച്ചു പോയി. ഇല്ല നമ്മള് നമ്മുടെ ഇവിടുത്തെ ആ ഒരു ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്ക് തേയിലത്തോട്ടത്തിൻ്റെ കൂടെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് അവർ ആ ഒരു ലിഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഹലോ, അപ്പോൾ നമ്മൾ രാവിലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഇപ്പോൾ രാവിലത്തെ വ്ലോഗ് ഞാൻ കാണിച്ചില്ലേ. അപ്പം നമ്മളെല്ലാവരും റെഡിയായി. ഇനി നമ്മളിതാ ഇറങ്ങുകയാണ് അടുത്ത സ്ഥലത്തോട്ട്. നമ്മൾ കൊടൈക്കനാലിലോട്ടാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മളുടെ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കണ്ട, ഇത് നമ്മളുടെ പാർക്കിംഗ് ഏരിയ എന്നുള്ള വ്യൂ ആണ്. ഇതിൻ്റെ അവിടെ നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന മല, നല്ല രസമുണ്ട്. ഇത് ഏറ്റവും ടോപ്പിൽ ഇവിടെ എത്തുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ ഇനി നമ്മളും വേറെ ഒരു കാറും കൂടെ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. ഇപ്പോൾ ഒരു 11-11 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഡിലേ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് റെഡിയായി വരാൻ, ഉറക്കക്ഷീണമൊക്കെ മാറി അവരും ഒക്കെ ഒന്ന് റെഡി ആയപ്പോൾ കുറച്ച് ടൈം എടുത്തു. അപ്പോഴത്തേക്കാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയത്. അപ്പോൾ ഞാനിത് ആ ഒരു മലയും കൂടെ കാണിച്ചു തരാം. ദാ ഇവിടെ വരുമ്പോഴാണ് അത് കാണുന്നത്. ആ ടോപ്പിൽ നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന നല്ല രസമുണ്ട്. ഇങ്ങനെ ആകാശം മേഘമൊക്കെ തൊട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വ്യൂ ഭയങ്കര രസമായിരിക്കും. നല്ല വ്യൂ ഉള്ള ഒരു ഹോട്ടലായിരുന്നു, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് അരുവിയിൽ പോകാൻ പറ്റി. ഇതാ താഴെ കൂടെ നോക്കി തൊട്ട് താഴെ തന്നെ ഇതാ ഇങ്ങനൊരു മെയിൻ റോഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ കൂടെ വേറെ റോഡ്സ് ഉണ്ട്. അപ്പം എല്ലാ സൈഡ്സും കൂടെ റോഡ് കണക്ടിവിറ്റി വരുന്ന ഒരു ഏരിയ ആണ്. അത്യാവശ്യം നല്ലൊരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേ ആയിരുന്നു ഇത്. പിന്നെ ഇവിടുത്തെ കാർ പാർക്കിംഗ് ആണ്. അപ്പം നമ്മൾ പോകാനുള്ള നമ്മുടെ ലഗേജസ് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാർ പാർക്കിങ്ങിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂസ് ആണ് കാണുന്നത്, നല്ല വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഓരോ സ്ഥലങ്ങൾ വരുന്നതനുസരിച്ചിട്ട് കാണാം. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പം നമ്മളിതാ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റായി, ലഗേജ് എല്ലാം വെച്ചു. അപ്പം നമുക്ക് പോകാം. ഏത് സൈഡിലോട്ട് നോക്കിയാലും നല്ല വ്യൂ ഉള്ള ഒരു ഹോട്ടലായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇതാ ഏത് സൈഡിലോട്ട് നമ്മൾ ക്യാമറ വെച്ചാലും അവിടെ എല്ലാം ഓരോ ഫ്രെയിംസാണ്. അങ്ങനെ നമ്മളുടെ വാൽപ്പാറയിൽ നിന്ന് യാത്ര തിരിച്ചേക്കാണ്. വാൽപ്പാറയിൽ നിന്ന് നമ്മൾ നേരെ ഇനി കൊടൈക്കനാലാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഇറങ്ങിയാലേ നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും എത്തത്തുള്ളൂ. അപ്പം ഇവിടുന്ന് പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കണ്ട് അതേപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഏരിയാസിലൊക്കെ പോയി എൻജോയ് ചെയ്യാം, ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ മാക്സിമം ഈ ഒരു റൂട്ട് എൻജോയ് ചെയ്ത് പോകാം എന്നാണ് ഇന്നത്തെ ദിവസം വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പല രീതിയിൽ ഞാൻ നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ എനിക്ക് പുറത്തുകൂടി വണ്ടി വരുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കണ്ടേക്കുന്നത്. രാവിലത്തെ ടൈം ആയതുകൊണ്ട് കുറച്ചൊക്കെ ആൾക്കാർ ആ ഒരു തേയിലത്തോട്ടത്തിൽ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നേ നമ്മൾ വന്നിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് നിറച്ച ആൾക്കാരെ കാണാമായിരുന്നു. ഇപ്പോൾ ഒരു വെയിലൊക്കെ വന്ന് ആ ഒരു ടൈം ആയിട്ടുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട് പോകാം.
കൊടൈക്കനാലുള്ള റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് വാൽപ്പാറയിൽ നിന്ന് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പോകുന്ന വഴിയിൽ ഉള്ള ഐറ്റംസൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇപ്പം നമ്മളിവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. നമ്മൾ ആ ഒരു മൂന്നാറൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ വ്യൂസ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ വാൽപ്പാറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്നലെ രാത്രിയിൽ നമ്മളിതിൽ കൂടെ പാസ് ചെയ്ത സമയത്ത് നമുക്ക് വ്യൂസ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം നല്ല വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കൂടെ ഇതിനകത്തിൽ ആഡ് ചെയ്യാം. ഇടയ്ക്കിതാ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ അടുത്ത് നിൽപ്പുണ്ട്. ഒരു തണലൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് തേയിലത്തോട്ടങ്ങളും കുറച്ച് മഞ്ഞ പൂക്കളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോ പോയിന്റ് ആയിരുന്നു. എല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്ന സ്ഥലം. അപ്പോൾ അത് കോമൺ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തിയില്ല. നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാ നല്ല തണലുള്ള മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ചു. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസും ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. ഇതിന് ചുറ്റും ഇതാ തേയിലത്തോട്ടങ്ങളാണ്. ഇതാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ഏട്ടൻ ശ്രീയുടെ ഫോട്ടോ എടുത്തിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ അവിടെ എടുത്ത കുറച്ച് ക്ലിക്സാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്തിൽ റാൻഡായിട്ട് ഞാൻ 2-3 എണ്ണം ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കാണിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ക് കിട്ടി. നമുക്ക് പെർഫെക്റ്റ് ലൈറ്റിംഗ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം നമുക്ക് വെയിൽ കൊണ്ടൊന്നും എടുക്കേണ്ടി വന്നില്ല, തണലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഫ്രണ്ടിലോട്ട് വന്നപ്പം അടുത്ത ഒരു പോയിന്റ് കണ്ടു. അപ്പം അവിടെ ഒന്ന് ഇറങ്ങി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഞങ്ങളിതാ അടുത്ത വ്യൂ പോയിന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. വലിയ മലയിൽ പോവാം. എന്താല്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ ഒരു വീഡിയോയിൽ കാണുന്നതൊന്നും ഒന്നും അല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിത് റിയലി കാണുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, നല്ല പച്ച കളറിൽ കിടക്കുന്ന വെള്ളം, മല, അതിൻ്റെ മലയുടെ തൊട്ടപ്പുറത്ത് നിരപ്പായിട്ട് കിടക്കുന്ന ലാൻഡ്, അങ്ങനെ എല്ലാം കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. നമ്മളങ്ങനെ കുറേ ദൂരം ട്രാവൽ ചെയ്ത് മലയും കുന്നും ഒക്കെ ഇറങ്ങി താഴെ എത്തി. നമ്മൾ പിന്നെ കുറേ അധികം എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിന് മേലെ ആയിട്ട് നമ്മൾ ഫുള്ള് ഗ്രാമങ്ങളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറിയൊക്കെ ഡ്രൈവ് ചെയ്യായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളിവിടെ മധുലൈ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കഴിക്കാൻ വന്നേക്കാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ തിരഞ്ഞ് എങ്ങും റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. അതാ നിങ്ങളെൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ലേ, ഭയങ്കര രസമായിട്ടുണ്ട്. ഇവിടെ ഹട്ട് പോലെയൊക്കെ ഉണ്ട്. ഭയങ്കര കോസി ആയിട്ട് ഭയങ്കര നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ. ഇവിടെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട് അല്ലേ. നമ്മളുടെ വാശേരിയെ ഞാനൊന്ന് കാണിച്ചു തരാം. ഭയങ്കര രസമാണ്. ഇതാണ് വാശേരിയ. നല്ല ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റോൺസിലാണ് ഫുള്ള് വന്നേക്കുന്നത്. ഇതാ ഇങ്ങനെ ഇരിക്കും ഒരു വാശേരിയ. പിന്നെ ഇവിടെ ഹട്ട് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഹട്ട് നോക്കി ഇവിടുത്തെ ഒരു ഫുള്ളൊരു അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഇതാ ഇങ്ങനെയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വരുന്നത്. ഷൂഷുവോ, ഹായ്, എവിടെ ബാത്റൂം? ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭയങ്കര നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഏരിയ. നല്ല കാറ്റുണ്ട്. ഭയങ്കര കാറ്റ്. ഇതാണ് ഇവിടുത്തെ ഏരിയ. നമ്മളുടെ ഫുഡ് കഴിക്കുന്ന പ്ലേസ് നോക്കൂ. ഭയങ്കര രസമായിട്ടുള്ളൊരു സ്പേസാണ്. ഹായ്, ഓല വീട്ടിലിരുന്നിട്ട് എങ്ങനെയുണ്ട്?
അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫുഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നാനുണ്ട്, ഒരു ബട്ടർ ചിക്കൻ, ബീഫ് ബിരിയാണി. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ചിന്റെ മെനു എന്ന് പറയുന്നത്. ലഞ്ച് എന്ന് പറയാൻ പറ്റുമോ? ഈവനിങ് ലഞ്ച് എല്ലാം കൂടെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ലഞ്ചോ? ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര രസമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഒരു ഏരിയയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇവിടെയൊക്കെ റെസ്റ്റ് ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മളുടെ ആര്യവേപ്പാണെന്ന് തോന്നുന്നതാ. ഇതിൻ്റെ മുകൾ ഭാഗം ഫുൾ ഇങ്ങനെ ട്രീസ് ആണ് നിൽക്കുന്നത്. ഇതിന് ടോപ്പായിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഏരിയ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടിടത്തേക്കാണ്. ഭയങ്കര രസമാണ്. അപ്പം ഇതിലേ കൂടി നമുക്ക് ഔട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഇതാ, നിങ്ങൾക്ക് ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ വേണ്ട, ഒരു ബിൽഡിങ്ങിനുള്ളിൽ മതി എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനൊരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് അകത്തും. അപ്പോൾ ഇതാ ഈ ബിൽഡിങ്ങും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെയാണ് ഇതിൻ്റെ അകം വരുന്നത്. പിന്നെ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ പുറത്ത് നമുക്ക് റിസപ്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇവിടെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഹോട്ടൽ. ഫുള്ള് ഗ്രീനറീസ് ആണ് ഇവിടുത്തെ തീം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണേ. ബൈ ബൈ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ. നമുക്ക് ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു ആകെയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണിത് വന്നേക്കുന്നത്. നമ്മളിപ്പം ഉടുമൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിൽ നമ്മൾ കണ്ട കാഴ്ചയാണ്. നമ്മൾ പഴനിമല ടെമ്പിളിൻ്റെ താഴെയുള്ള റോഡിൽ കൂടെയാണ് നേരെ കൊടൈക്കനാൽ പോകുന്നത്. ഇവിടെ നിന്ന് നേരെയുള്ള റോഡ് ചെന്ന് അടുത്ത മല നമ്മൾ കയറി ടോപ്പിലെത്തുമ്പോഴാണ് കൊടൈക്കനാൽ എത്തുന്നത്. ഹലോ, അപ്പോൾ നമ്മളിതാ ഇപ്പോൾ കൊടൈക്കനാൽ പോകുന്ന റൂട്ട് നമ്മൾ പഴനി വഴിയാണ് വന്നിരിക്കുന്നത്. പഴനി വഴി നേരെ റൈറ്റിലോട്ട് വന്ന് കൊടൈക്കനാൽ പോകുന്ന സ്ട്രെയിറ്റ് റോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയേക്കുന്നത് നിറച്ച് ബാക്ക്ഗ്രൗണ്ട് നോക്കോളൂ, മരങ്ങളൊക്കെ ഉള്ളൊരു റോഡ്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല തണലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ തമിഴ്നാട്ടിലെ റോഡാണ്. അടിപൊളി റോഡ്, നല്ല തണുപ്പ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് റോഡ്. നല്ല മരങ്ങളൊക്കെ ആയിട്ട്. തൊട്ടപ്പുറത്ത് നമ്മൾ കുറേ ദൂരമായിട്ട് ഒരു 2-3 മണിക്കൂറായിട്ട് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ നിറച്ച് തെങ്ങിൻതോപ്പാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്ന ചെറിയ തെങ്ങിൻതോപ്പ്, ചെറിയ തെങ്ങുകളാണ്. ഇതേപോലെ വലിയ തെങ്ങുകളുള്ള തോപ്പുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യൂ നോക്കിക്കോ. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ രാത്രി നമ്മൾ കൊടൈക്കനാലെത്തി. എല്ലാവരും നല്ല ടയേർഡാണ്. ഈ ഒരു മല കയറ്റം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഒരു മലയിൽ നിന്ന് ഇറങ്ങി അടുത്ത മലയിലോട്ട് കയറുന്ന ഒരു പ്രോസസ്സായിരുന്നു. ശരിക്കും എല്ലാവർക്കും തലയ്ക്കൊക്കെ എന്തോ പോലെയുള്ള അവസ്ഥയായിരുന്നു. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ വരുന്നത് നാളെ രാവിലത്തെ വീഡിയോ ആയിരിക്കും. ഈ ഒരു വീഡിയോ എന്തായാലും നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ. അങ്ങനെ ഫൈനലി നമ്മളുടെ ഹോട്ടലിൽ എത്തിയേക്കാണ്. ലൂമിനോസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് വന്നേക്കുന്നത്. നമ്മൾ പ്രോപ്പർ ടൗണിൽ തന്നെയാണ് റൂം എടുത്തേക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് എവിടോട്ട് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഈ റൂമിലോട്ട് പോയി റൂംസൊക്കെ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ റൂം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ്. നമുക്ക് TV അതേപോലെ തന്നെ കബോർഡ്
ബാത്റൂം, പിന്നെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ, പിന്നെ ഒരു ടീ പോയിൻ്റ് ചേർന്ന് നമുക്ക് ടീ ഒക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ ബാഗൊക്കെ കൊണ്ടുവച്ച് അലങ്കോലം ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിലും അലങ്കോലം ആകുന്നതിന് മുന്നേ ഞാനിപ്പോൾ അങ്ങ് വീഡിയോ എടുത്തതാണ് ആ ഡ്രസ്സിങ് ഏരിയ. അപ്പം എല്ലാ സംഭവങ്ങളും ഉള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു റൂമാണ്. അപ്പം ഇനി നേരെ ചെല്ലുക, ഫ്രഷ് ആകുക, കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ വന്നിട്ട്, നമുക്ക് ആർക്കും മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ മോർണിംഗ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.